നല്ല ടേസ്റ്റും. പിന്നെ കപ്പലണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 50 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂ നട്ട് അതും ചേർത്ത് കൊടുക്കണ്ടോ. കാഷ്യൂ നട്ട് ഇഷ്ടമാണെങ്കിൽ കാഷ്യൂ നട്ട് ചേർക്കാം. ചിലവർ രണ്ടും മിക്സ് ആയിട്ട് ചേർത്തോളും. ചിലവർ കാഷ്യൂ നട്ട് മാത്രം അല്ലെങ്കിൽ കപ്പലണ്ടി മാത്രം, അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവും പുളി, പിന്നെ ഇത്തിരി നുള്ളു പഞ്ചസാര, പിന്നെ ഉപ്പ്. ഞാൻ ചോറിൽ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ചോറാണ്. ചോറിൽ ഉപ്പുണ്ടെങ്കിൽ നമ്മൾ അവസാനം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ലേശം ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ചോറിൽ ഓൾറെഡി ഉപ്പ് ഞാൻ ഇട്ടിട്ടാണ് വേവിച്ച് എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം നാരങ്ങയുടെ പുളിയും പഞ്ചസാരയുടെ ഒരു നുള്ളു പഞ്ചസാര അവസാനം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒക്കെ ഒരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ചിലർ മല്ലിയില ചേർക്കുന്നുണ്ട്. ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഓക്കെ. നല്ലൊരു കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മുതിർന്നവർക്കും, അതായത് നമ്മുടെ ഹസ്ബൻഡ്സിനൊക്കെ അവർക്കും ജോലിക്കൊക്കെ പോകുമ്പോൾ കൊടുത്തു വിടാൻ പറ്റിയൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ വേണ്ട ഇനിയിപ്പോൾ ഒരു ഗസ്റ്റ് നമുക്ക് വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷും കൂടിയാണ് ലെമൺ റൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ ഡിഷായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ.